ഇന്ന് ഞാനൊരു നോർമൽ കുർത്തിയിൽ ഒരു പീറ്റർ പാൻ കോളർ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി അതിൻ്റെ സാധാരണ ബേസൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചു. ഇനി എൻ്റെ നെക്കിന് നോക്കാം കേട്ടോ. അപ്പോൾ നെക്കിന് ഞാൻ 3.5 ഇഞ്ച് വീതിയാണ് കൊടുത്തിരിക്കുന്നത്. 4 ഇഞ്ച് ഫ്രണ്ടിൽ, 4 ഇഞ്ച് ലെങ്ത്തും ബാക്കിൽ 4 ഇഞ്ച് ലെങ്ത്തും കൊടുത്ത് ബാക്ക് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ ഒരു ഹുക്ക് ഇടാ ചെയ്തത്. അപ്പോൾ പിന്നെ നെക്ക് ലെങ്ത്ത് കുറവിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. നെക്ക് ലെങ്ത്ത് കുറവ് ചെയ്യുമ്പോൾ ഇത്തിരിയും ബെറ്റർ ആവുന്ന നല്ല ഭംഗി ഉണ്ടാവും എന്ന് വെച്ചിട്ടാണ് നമ്മൾ കൊടുത്തത് കേട്ടോ. എന്നിട്ട് ഞാനിതുപോലെ പീറ്റർ പാൻ കോളർ വെച്ച് നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് തയ്ച്ചെടുത്തു. അപ്പോൾ ഇത് അങ്ങനെയാണ് വരിക കേട്ടോ. ഞാൻ നെക്ക് വളരെ കുറച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതാ ഒരു നോർമൽ കുർത്തിയിൽ ഇപ്പോൾ സാധാരണ ഒരു എ ലൈനിലൊക്കെ ആകുമ്പോൾ ഇത്തിരി കൂടി നന്നായിരിക്കും. നമ്മൾ ജോർജറ്റ് തുണിയൊക്കെ എടുക്കുക കേട്ടോ. എൻ്റെ ജോർജറ്റ് തുണിയിൽ എ ലൈനൊക്കെ എടുത്തിട്ട് ഇതുപോലെ പീറ്റർ പാൻ കളർ കൊടുത്ത് ആ പീറ്റർ പാനിൽ നല്ലൊരു വർക്കൊക്കെ ചെയ്താൽ ഒരു നല്ല അടിപൊളി ലുക്കായിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് വരിക. അപ്പം നമ്മൾ തയ്ച്ചെടുത്തത് ഞാൻ എൻ്റെ കയ്യിൽ തുണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഏറ്റവും നല്ലത് കുട്ടികൾക്ക് അങ്ങനെ ഫ്രോക്ക് തയ്ക്കുമ്പോൾ പീറ്റർ പാൻ കോളർ വെച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നന്നായിരിക്കും.